മഴ കടുക്കുകയാണ്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നു. എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്? അജിംഷാദ്, ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലത്തെ നിന്നും വലിയ വ്യത്യാസമുള്ള മഴ മുന്നറിയിപ്പുകളാണ് അറിയിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അപകട സാധ്യതയുണ്ടെന്നുമുള്ള മുന്നറിയിപ്പുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പോയിട്ട് തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ശക്തമായ വ്യാപകമായ മഴ പലയിടത്തും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിലെല്ലാം ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ ജനങ്ങൾ നിലനിൽക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. അതോടൊപ്പം പലയിടങ്ങളിലും ഡാമുകൾ, അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ പത്തനംതിട്ട, ആലപ്പുഴ മേഖലകളിലെല്ലാം അതിശക്തമായ മഴയുണ്ട്. പലയിടത്തും ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മഴ മുന്നറിയിപ്പിന് വലിയ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ കോട്ടയം, എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും അതിശക്തമായ മഴയുണ്ടാകും. മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അജിംഷാ, ശരി. മഴ കടുക്കുന്നു എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പുകളിൽ മാറ്റം വരുന്നു. യെല്ലോ അലർട്ട് മാറുന്നു. എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. മറ്റ് ജില്ലകളിലുമൊക്കെ മാറ്റങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മഴ മുന്നറിയിപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ നൽകിയത്.